ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ വീണ്ടും ഒരു ബലിപെരുന്നാൾ വരികയാണ്. ഇപ്രാവശ്യം നാട്ടിൽ നിന്നല്ല, ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ ആഘോഷിക്കുന്നത്. അപ്പം നാട്ടിൽ പോകുന്നില്ല. പിന്നെ എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു. അതിൻ്റെ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മൂവ് ഓൺ ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ ചുമ്മാ മാർക്കറ്റിലേക്ക് ഒന്ന് കറങ്ങി. അപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണുള്ളത്. ഇവിടെ നല്ല ഉലുഹിയത്ത് ഇറക്കാൻ വേണ്ടി ആടുകളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുമ്മാ മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങി. ഭയങ്കര പെരുന്നാളിൻ്റേതായിട്ടുള്ള റഷ് നമ്മുടെ മാർക്കറ്റിൽ കാണാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നേരെ പോകുന്നത് ബിലാൽ മസ്ജിദിലാണ്. ഇത് വരുന്നത് ജയദേവ നഗറിലാണ്, ബാംഗ്ലൂർ BTM ലേഔട്ടിൻ്റെ അടുത്തായിട്ട്. ഇവിടെയാണ് ഏറ്റവും മാസീവായിട്ടുള്ള ഒരു ഈദ്ഗാഹ് നടക്കുന്നത്. മെയിൻ ഖാസിമാർക്ക് പങ്കെടുക്കുന്ന ഈദ്ഗാഹാണ്. അപ്പോൾ അതിലേക്ക് എനിക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മുന്നോടിയായിട്ടൊന്ന് പള്ളിയൊന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കണ്ടൻറ് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ എൻ്റെ മലയാളി ഫ്രണ്ട്സൊക്കെ നാട്ടിലേക്ക് പോയി. പിന്നെ എൻ്റെ കുറച്ച് കർണാടക ഫ്രണ്ട്സ്, ബീഹാർ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞാനും ഒരു ബീഹാറി ഫ്രണ്ടും കൂടി, അവൻ ഇവിടെ ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഒന്നിച്ച് നാളെ ഈദ്ഗാഹിന് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ പള്ളീൻ്റെ ഉള്ളിലൊക്കെ പോയി ഒരു റോയൽ ഫീലാണ് കേട്ടോ. ഒരു ലുക്കുള്ളൊരു പള്ളിയാണ്. എന്താ പറയുക, ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ല ഭക്തിയും കാര്യങ്ങളൊക്കെ. മാഷാ അല്ലാഹ്, ഭയങ്കര രസമാണ് കേട്ടോ ഈ പള്ളി കാണാനായിട്ട്. ഞാനിപ്പോൾ ഉള്ളത് ബിലാൽ മസ്ജിദിലാണ്. ഇത് വന്നിട്ട് ബന്നാർഘട്ട റോഡ്, BTM ലേഔട്ടിൻ്റെ അടുത്തായിട്ട് വരും. ഒരുപാട് പ്രത്യേകതയുള്ളൊരു മസ്ജിദാണിത്. നാളെ ഇവിടെ ഏറ്റവും വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള ഈദുൽ അദ്ഹയുടെ പെരുന്നാൾ നമസ്കാരം, അതായത് ഈദ്ഗാഹ് നടക്കാൻ പോവുകയാണ്. ഇവിടെ വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഈദ്ഗാഹ് ആയിരിക്കും. ഈ ഒരു ഏരിയയിലെ എല്ലാ പള്ളിയിലുള്ള ആൾക്കാരും ഇവിടെയാണ് വരുന്നത്. മെയിൻ ഇമാമുമാർ, ഈ ഒരു ഏരിയയിലുള്ള മെയിൻ ഇമാമുമാരൊക്കെ നേതൃത്വം കൊടുക്കുന്ന നിസ്കാരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സോ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. വലിയ പള്ളിയാട്ടോ, വലിയ പള്ളിയാണ്. ഒരു റോയൽ ഫീലാണ് ഇവിടെ. മാഷാ അല്ലാഹ്. അപ്പം നാളെ ഇവിടെ നിന്നാണ് ഞാനും നിസ്കരിക്കാൻ പോകുന്നത്, പെരുന്നാൾ നിസ്കാരം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അങ്ങനെ വീണ്ടും നടന്നു വന്നു. ഇതേ ആടുകളൊക്കെ കൂട്ടം കൂട്ടായിട്ട് പോകുന്നുണ്ട്. ഭയങ്കര ലുക്കാണ് കേട്ടോ. അങ്ങനെ അറഫ നോമ്പിന് വേണ്ടി ഞാൻ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു. ഇന്ന് നോമ്പാണ്, അത്താഴം കഴിക്കണം. അത്താഴത്തിനായിട്ട് എൻ്റെ കയ്യിൽ 2 പഴമുണ്ട്, അതുപോലെ തന്നെ ഒരു കോഫി ഉണ്ടാക്കി. എനിക്ക് അത്രയും ഉണ്ട്, ലൈറ്റായിട്ടേ ഞാൻ കഴിക്കുള്ളൂ അത്താഴത്തിനൊക്കെ. അങ്ങനെ അറഫ നോമ്പെടുക്കാൻ വേണ്ടി ഞാൻ അത്താഴവും കഴിച്ചു. നേരെ പിന്നെ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ സുബഹി നിസ്കാരത്തിന് അത്യാവശ്യം ആൾക്കാർ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോമ്പിൻ്റെ ഒന്നും ഞാൻ ചുമ്മാ പുറത്ത് കറങ്ങി. അങ്ങനെ ഒരു പയ്യൻ്റെ ആടുമായിട്ട് കളിപ്പിക്കുന്ന കണ്ടു. നാളെ അറക്കാനുള്ള ആളാണ്, പക്ഷേ അവൻ്റെ സ്നേഹം കണ്ടു ആടിനോട്. അവൻ ഡയറി മിൽക്ക് കൊടുക്കുവാണോ, കയ്യിൽ ഡയറി മിൽക്കൊക്കെ ഉണ്ട്. അങ്ങനെ ചുമ്മാ രാത്രി വീണ്ടും ഞാൻ മാർക്കറ്റിൽ ഇറങ്ങി. എനിക്ക് ചുമ്മാ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് നടക്കാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ക്രൗഡുള്ള ഏരിയയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചുമ്മാ മാർക്കറ്റിൽ നടന്നു. ഇവിടെ ഒരു മുസ്ലിം ഏരിയ ക്രൗഡ് ഫുള്ളാണ്. അങ്ങനെ ചുമ്മാ നടന്നു, പാട്ടൊക്കെ കേട്ട് നടന്നു. ആൾക്കാരൊക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ചുറ്റുപാടും. അങ്ങനെ പെരുന്നാൾ ദിവസം എടുത്തു. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രസ്സിടാൻ പെട്ട പാട് എനിക്കറിയുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, കാരണം എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ ഞാൻ ഒപ്പിച്ചു. അങ്ങനെ റെഡിയായി. പിന്നെ ഒരു മോതിരം ഉണ്ടായിരുന്നു, ഞാൻ പണ്ട് വിരാജ്പേട്ടയിൽ നിന്ന് വാങ്ങിയൊരു മോതിരം ഉണ്ടായിരുന്നു, അതും ഇട്ടു. പിന്നെ വാച്ച്. നമ്മൾ നല്ല ലുക്കായിട്ട് വേണമല്ലോ പള്ളിയിൽ പോകാനായിട്ട്. മാഷാ അല്ലാഹ്, നമുക്ക് എന്നും ഒരുപാട് പെരുന്നാൾ ആഘോഷിക്കണം. അള്ളാഹു അതിനുള്ള മഗ്ഫിറത്ത് നൽകട്ടെ എന്നുള്ള ദുആ കൊണ്ട് ഞാനങ്ങനെ ഒരുങ്ങി. പിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ഒരു ബീഹാറിലുള്ള അസം എന്ന് പറഞ്ഞ ഫ്രണ്ട് കൂടി എൻ്റെ കൂടെ ഈദ്ഗാഹിനുണ്ടാവും. അങ്ങനെ ഞാൻ റെഡിയായി PG പുറത്ത് വന്നു. ഞാൻ മാത്രമേ ഈ PGയിലുള്ളൂ കേട്ടോ ഈദ്ഗാഹ് ആഘോഷിക്കുന്നതായിട്ട്. അങ്ങനെ മുസല്ലയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. കാരണം പള്ളിയിൽ ചില സമയത്ത് നമുക്ക് റോഡിൽ നിന്നൊക്കെ നിസ്കരിക്കേണ്ടി വരും, കാരണം അത്രയും ക്രൗഡായിരിക്കും പള്ളിയിൽ. അങ്ങനെ ഞാൻ പോവാണ് പള്ളിയിലേക്ക്. പള്ളിയിൽ എത്തി കേട്ടോ. ഞാൻ പള്ളിയിലെത്തിയപ്പോൾ അവിടെ ഒരു സൗത്ത് ആഫ്രിക്കക്കാരൻ, അവനോട് ഞാൻ ചുമ്മാ ഒരു ഫ്രണ്ട്ലി ആയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പുള്ളിക്കാരനും നിസ്കാരത്തിന് വന്നതാണ്. ഇവനെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, അസം എന്ന് പറഞ്ഞ ബീഹാറിലുള്ള ആളാണ്. സോ അവനും ഞാനുമാണ് ഇപ്രാവശ്യം പെരുന്നാൾ ആഘോഷിക്കുന്നത്. സോ ഞങ്ങൾ ഒന്നിച്ച് സെൽഫിയൊക്കെ എടുത്തു. നേരെ പള്ളിൻ്റെ ഉള്ളിലേക്ക് പോയി. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചുമ്മാ വീഡിയോസൊക്കെ എടുത്തു. നല്ല ക്രൗഡ് ഫുള്ളാണ് കേട്ടോ. നല്ല ഭക്തി നിർഭരമായ നിമിഷങ്ങളാണ്. മാഷാ അല്ലാഹ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സ്വപ്നം കണ്ട ആൾ ഇവിടെ നിന്നൊക്കെ നിസ്കരിക്കണം എന്നുള്ളത്. അങ്ങനെ ഇതൊക്കെ ക്രൗഡാണ് കേട്ടോ. നമ്മുടെ പള്ളീൻ്റെ ഉള്ളിൽ മാത്രമല്ല, സറൗണ്ടിങ്സ് ഫുൾ ആൾക്കാരാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടാണ് നിസ്കാരമൊക്കെ. ഇത് സമയത്ത് ട്രാഫിക് ഡീവിയേഷൻ ഉണ്ടാകും, വേറെ റൂട്ടിലാണ് വണ്ടികളൊക്കെ പോകുന്നത്. നമ്മൾ കണ്ടില്ലേ, റോഡ് ഫുൾ ആൾക്കാർ നിസ്കരിക്കുകയാണ്. ഇതൊക്കെ റോഡാണ്, മെയിൻ റോഡാണ്, ഹൈവേ ആണ്. പക്ഷേ സർക്കാരിൻ്റെ ഒരു സമ്മതത്തോടുകൂടി ഈ ഈദ്ഗാഹ് നടക്കുന്നത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്പൂർ ബിരിയാണി ഇവിടെ ഫേമസ് ആണ്. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഞാനും അസമും കൂടി ബിരിയാണി കഴിച്ചു. പിന്നെ ചുമ്മാ സംസാരിച്ചു. ഞങ്ങൾ ചുമ്മാ തിരിച്ച്
നിങ്ങളുടെ ആഘോഷം അവിടെ കഴിഞ്ഞെന്ന് വിചാരിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഈവനിങ് വിളിക്കുന്നത്. മീസാൻ എന്നാണ് പറഞ്ഞത് പേര്. അപ്പോൾ അവൻ വന്നിട്ട് ബിരിയാണി കൊണ്ടുവന്നു. അവൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ബിരിയാണിയാണ്. അപ്പോൾ ഞാനത് വാങ്ങി റൂമിലേക്ക് പോയി. അങ്ങനെ ഇപ്രാവശ്യത്തെ ഈദിൻ്റെ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. മീസാൻ ഖാൻ്റെ വകയാണ്. എനിക്കിവിടെ അങ്ങനെ മലയാളി ഫ്രണ്ട്സ് ഒന്നും ഇവിടെ ഇല്ല, നാട്ടിലില്ല. സോ രാവിലത്തെ ബിരിയാണി ഒരു ബീഹാറിയുടെ വകയായിരുന്നു. ബീഹാറിൽ അസം എന്ന് പറഞ്ഞ ഒരാളുടെ, അത് ഹോട്ടലിൽ നിന്നായിരുന്നു. ദ സെക്കൻഡ് വൺ ഈസ് കർണാടകയുള്ള തന്നെയാണ് ഇവിടുത്തെ ഒരു ഫ്രണ്ട് മീസാൻ ഖാൻ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. വാട്ട് ഈസ് ദാറ്റ്? Biryani. ഫോർ മീ? Yeah. ലവ്ലി. No, for this owner. അങ്ങനെ ഞാൻ ഇവിടുത്തെ ബിരിയാണി ഇപ്പോൾ ഈ ചെറിയ പാത്രമാണ്, പക്ഷേ ഫുൾ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ബിരിയാണി ഉണ്ട്. ബിരിയാണിയും അതിൻ്റെ കൂടെ ഖീർ, നമ്മുടെ നാട്ടിലെ സേമിയ പായസം, പിന്നെ നമ്മുടെ തൈര് വെച്ചിട്ടുള്ള കച്ചമ്പറും ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്ന് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ കേട്ടോ. അപ്പം നല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. താങ്ക് യു സോ മച്ച് ഗായ്സ്.